ഹു ആർ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് നമ്മൾ നോക്കി. സെക്ഷൻ 7 പറയുന്നത് എവ്രി LLP ഷാൾ ഹാവ് അറ്റ്ലീസ്റ്റ് 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ഹു ആർ ഇൻഡിവിജ്വൽസ് ആൻഡ് അതിൽ തന്നെ അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദം ഷാൾ ബി റെസിഡൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ റെസിഡൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന എന്തായിരുന്നു? എ പേഴ്സൺ ഹു ഹാസ് സ്റ്റേയ്ഡ് ഇൻ ഇന്ത്യ ഫോർ എ പീരിയഡ് ഓഫ് അറ്റ്ലീസ്റ്റ് 182 days ഡ്യൂറിങ് ദ ഇമ്മീഡിയറ്റ് പ്രീസീഡിങ് 1 year. റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് അങ്ങനെയാണ് തീരുമാനിക്കുക, അല്ലാണ്ട് ഇന്ത്യക്കാരൻ തന്നെ ആയിക്കൊള്ളണം എന്നല്ല പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അയാൾ ഇന്ത്യയിൽ 182 days താമസക്കാരനായിരിക്കണം. ഇനി വേർ ബോഡി കോർപ്പറേറ്റ് ആർ പാർട്ട്നേഴ്സ് ദെൻ ഇൻഡിവിജ്വൽ നോമിനീസ് ഓഫ് സച്ച് ബോഡി കോർപ്പറേറ്റ് ഷാൾ ആക്ട് ആസ് ഡെസിഗ്നേറ്റഡ് partners. An individual can act as designated partner only after giving prior permission or consent to LLP എന്നാണ് പറയുന്നത്. കൺസെൻറ്റ് ഷുഡ് ബി ഗിവൺ ഇൻ ഫോം നമ്പർ 9. അതിനൊക്കെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോണത് ഡിസ്ക്വാളിഫിക്കേഷനാണ്. ആരൊക്കെയാണ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആവാതെ ഹു ആൻഡ് ഓൾ ആർ നോട്ട് ക്വാളിഫൈഡ് ടു അപ്പോയിൻമെൻറ്റ് എന്നുള്ളതാണ്. ഹു ഇസ് അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെൻറ്റ്, who is adjudged insolvent at any time in the immediate preceding 5 years. ഇപ്പം പ്രസൻ്റ്ലി ഇൻസോൾവൻ്റ് ആയിട്ടുള്ള ആളുകളും വരും. കഴിഞ്ഞ 5 വർഷം ആരെങ്കിലും ഇൻസോൾവൻ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ അവരൊന്നും ആവാൻ പാടില്ല. ദെൻ ഹു സസ്പെൻഡ്സ് ഓർ അറ്റ് എനി ടൈം ഡ്യൂറിങ് ഇമ്മീഡിയറ്റ് പ്രീസീഡിങ് 5 years സസ്പെൻഡഡ് പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്, അവർക്ക് പറ്റില്ല. Who at any time during immediate preceding 5 years made composition with the creditors. Then last one, who is convicted by court for an offence involving moral turpitude and sentenced to imprisonment for a period not less than 6 months. അങ്ങനെ എന്തെങ്കിലും ജയിൽ ശിക്ഷ അനുഭവിച്ച ആളുകളോ കഴിഞ്ഞ ഇതിലെടുത്ത് നോക്കുകയാണെങ്കിൽ 6 മാസത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ച ആളുകൾ, അങ്ങനെ എന്തെങ്കിലും കേസിൽ കുടുങ്ങിയിട്ടുള്ള ആളുകൾ, ഇവരൊന്നും ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആവാനുള്ള യോഗ്യത ഇല്ല അവർക്കൊന്നും. ഈ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിൻ്റെ മാനർ ഓഫ് ബിക്കമിങ് ഓർ സീസിങ് ടു ബി എ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതൊന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊന്നുമില്ല. അത് എങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്. In the incorporation document states that each of the partners from time to time of LLP is to be a designated partner. Every partner shall be a designated partner എന്നാണ് പറയുന്നത്. അപ്പോൾ ദ ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റിൽ സ്പെസിഫൈ ചെയ്യണം ഹു ഷാൾ ബി ദ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. ഇൻഡിവിജ്വൽസ് നെയിംഡ് ദെറിൻ ഷാൾ ബി ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് LLP എന്നാണ് പറയുന്നത്. ഈ പാർട്ട്നേഴ്സ് ഹു ഷാൾ ഫ്രം ടൈം ടു ടൈം ആസ് സ്പെസിഫൈഡ് ഷാൾ ബി ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. Then any partner may become or cease to be a designated partner by and in accordance with LLP agreement. അപ്പോൾ LLP agreement പ്രകാരം എപ്പോൾ വേണമെങ്കിലും ഒരാൾക്ക് ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആവാം. അതേപോലെ എപ്പോൾ വേണമെങ്കിലും ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർഷിപ്പ് അയാളുടെ ആ പാർട്ട്ണർ ഇത് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി പറയുന്നത് വാട്ട് ആർ ദ ലയബിലിറ്റീസ് ഓഫ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ഇതാണ്. ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഓൾ ഡൂയിങ്സ് ഓഫ് ഓൾ ഫാക്ട്സ് മാറ്റേഴ്സ് ആൻഡ് തിങ്സ് ആസ് ആർ റിക്വയർഡ് ടു ബി ഡൺ ബൈ LLP. അതായത് ആക്റ്റിൽ കൃത്യമായിട്ടൊന്നും പറയുന്നില്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ഷാൾ ബി റെസ്പോൺസിബിൾ ഫോർ ഓൾ ദ ആക്ട്സ് മാറ്റേഴ്സ് ആൻഡ് തിങ്സ് ആസ് ആർ റിക്വയർഡ് ടു ബി ഡൺ ബൈ the LLP, including filing of any document, return statement, etc. Then for matters specified in the LLP agreement, ചിലപ്പോൾ LLP agreementൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഇന്നതൊക്കെ ചെയ്യുക എന്നുള്ളത്. അപ്പം ആൻഡ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആർ ലയബിൾ ടു അല്ലെങ്കിൽ ദേ ആർ ലയബിൾ ഫോർ ദ പെനാൽറ്റീസ് ഇമ്പോസ്ഡ് ഓൺ LLP ഫോർ എനി കോൺട്രാവെൻഷൻ ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട് എന്നാണ് പറയുന്നത്. ഇതാണ് ലയബിലിറ്റീസ് ഓഫ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് വരുന്നത്. പിന്നെ നോക്കുന്നത് കോംപ്രമൈസ് ഓർ അറേഞ്ച്മെൻറ്റ് ഓഫ് LLP. where a compromise or arrangement is proposed between LLP and its creditors or between LLP and its partners. അപ്പോൾ ചില സമയത്ത് എന്താക്കുന്ന പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദ ട്രിബ്യൂണൽ മേ ഓൺ ദ അപ്ലിക്കേഷൻ ഓഫ് LLP
or any creditor or partner of LLP, or in the case of LLP which is being wound up of the liquidator, order a meeting of creditors or of the partners, as the case may be, to be conducted in such manner as may be prescribed or ആസ് ദ ട്രിബ്യൂണൽ ഡയറക്റ്റ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ട്രിബ്യൂണൽ എന്ത് പറയുന്ന ആരാണോ പ്രശ്നക്കാർ, ഇപ്പോൾ LLPയും പാർട്ട്നേഴ്സും തമ്മിലാണോ അല്ലെങ്കിൽ LLPയും ക്രെഡിറ്റേഴ്സും തമ്മിലാണെങ്കിൽ ആ ഒരു വൈൻഡപ്പിൻ്റെ സമയത്ത്, ഈ LLP വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്ന പറയുന്നത്, ഈ മീറ്റിംഗ് വിളിക്കും ട്രിബ്യൂണൽ. അതായത് ഒന്നുകിൽ ക്രെഡിറ്റേഴ്സിന് ആ പ്രശ്നം വെച്ചാൽ അവരെ വെച്ചിട്ട്, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് വെച്ചിട്ടൊരു മീറ്റിംഗ് വിളിക്കും. ഇനി ഇൻ ദ കേസ് ഓഫ് LLP വിച്ച് ഈസ് ബീങ് വോണ്ട് അപ്പ്, the application is to be filed by the liquidator. ഇനി വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ലിക്വിഡേറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുമല്ലോ കോടതി, അപ്പം അവരാണ് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ വേർ ദ ട്രിബ്യൂണൽ മേക്സ് ആൻ ഓർഡർ സാങ്ഷനിങ് എ കോംപ്രമൈസ് ഓർ an arrangement in respect of LLP, it shall have the power to supervise the causing out of the compromise, or may at any time of making such order or at any time thereafter give such direction in regard to any matter. അപ്പോൾ അതിനുള്ള എല്ലാ അധികാരവും ആർക്കുണ്ടെന്നാണ് പറയുന്നത്, ട്രിബ്യൂണലിനുണ്ട്. എക്സ്റ്റെൻറ്റ് ഓഫ് LLP ആൻഡ് ഇറ്റ്സ് പാർട്ട്നേഴ്സ്, ലയബിലിറ്റിയാണ് അവിടെ പറയുന്നത്. എക്സ്റ്റെൻറ്റ് ഓഫ് ലയബിലിറ്റി ഓഫ് LLP ആൻഡ് ഇറ്റ്സ് പാർട്ട്നേഴ്സ്, എങ്ങനെയാണ് ബാധ്യതകൾ എന്നുള്ളതാണ്. LLP is not bound by anything done by partner in dealing with a person. അപ്പം പാർട്ട്നേഴ്സ് അവരുടെ എന്താ പറയുക, വ്യക്തിപരമായ കാര്യങ്ങളിൽ എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചിട്ട് അത് LLPനെ ബാധിക്കാൻ പോകുന്നില്ല. അതായത് ഇഫ് ദ പാർട്ട്ണർ ഇൻ ഫാക്ട് ഹാസ് നോ അതോറിറ്റി ടു ആക്ട് ഫോർ LLP, ദ പേഴ്സൺ നോസ് ദാറ്റ് പാർട്ട്ണർ ഹാസ് നോ അതോറിറ്റി ഓർ ഡസ് നോട്ട് നോ ഹിം ടു ബി എ പാർട്ട്ണർ ഓഫ് LLP. അതായത് പാർട്ട്ണർഷിപ്പിൽ പറയല്ലോ, ശരിക്കും സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ് LLPക്ക് ഉള്ളത് എന്ന് പറഞ്ഞ്. അപ്പോൾ പാർട്ട്ണറിന് അതോറിറ്റി ഇല്ലാതെ പാർട്ട്ണർ എന്ത് ചെയ്യുന്നു, LLPൻ്റെ പേരിൽ എന്തെങ്കിലും ഇപ്പോൾ കരാറുകൾ ഉണ്ടാക്കുകയാണെങ്കിലോ, അതേപോലെ ഈ LLPൻ്റെ പാർട്ട്ണറാണെന്ന് അറിയാതെ ആളുകൾ ചിലപ്പോൾ ഇവരുമായിട്ട് എന്തെങ്കിലും ഡീലിങ്സ് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ LLP ഇസ് നോട്ട് റെസ്പോൺസിബിൾ എന്നാണ് പറയുന്നത്. LLP ഇസ് നോട്ട് ബൗണ്ട് ബൈ എനിത്തിങ് ഡൺ ബൈ partners in dealing with a person. Okay. Then second is the limited LLP is liable. എപ്പോഴാണ് അവരുടെ ലയബിലിറ്റി വരിക എന്നറിയോ? ഇഫ് എ പാർട്ട്ണർ ഇസ് ലയബിൾ ടു എനി പേഴ്സൺ ആസ് എ റിസൾട്ട് ഓഫ് എ റോങ്ഫുൾ ആക്ട് ഓർ ഒമിഷൻ ഓൺ ഹിസ് പാർട്ട് ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ് ഓർ വിത്ത് ദ അതോറിറ്റി ഓഫ് LLP. LLPൻ്റെ അതോറിറ്റിയോട് കൂടിയിട്ട്, പാർട്ട്ണർക്ക് ഇന്ന അതോറിറ്റി ഉണ്ട് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, അങ്ങനെ അയാൾ ആ അധികാരത്തോട് കൂടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ LLP ഇസ് ലയബിൾ. മനസ്സിലാവുന്നുണ്ടോ? ഇനി an obligation of the LLP whether arising in contract or otherwise shall be solely the obligation of LLP എന്നാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഒബ്ലിഗേഷൻ വന്നിട്ടുണ്ടെങ്കിൽ LLPക്ക്, അത് ആരുടെ ഒബ്ലിഗേഷൻ തന്നെയായിട്ട് കണക്കാക്കണം? LLPൻ്റെ. അതിൽ പാർട്ട്നേഴ്സിൻ്റെ എന്താ പറയുക, സ്വത്തോ കാര്യങ്ങളോ വിറ്റും കണ്ടത് സോൾവ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അതിൻ്റെ ഉത്തരവാദിത്വം മൊത്തം LLP തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ LLPൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പാർട്ട്നേഴ്സ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ. ഇനി എ പാർട്ട്ണർ ഇസ് നോട്ട് പേഴ്സണലി ലയബിൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫോർ എൻ ഒബ്ലിഗേഷൻ അറൈസിങ് ഇൻ കോൺട്രാക്ട് ഓർ അതർവൈസ് സോൾലി ബൈ റീസൺ ഓഫ് ബീയിങ് എ പാർട്ട്ണർ ഓഫ് LLP. ഒരു LLPയിലെ പാർട്ട്ണറാണെന്നുള്ള ഒറ്റ കാരണത്താൽ മാത്രം അയാൾ പേഴ്സണലി ലയബിൾ ആവുന്നില്ല. അപ്പം അതായത് ഈ ഒരു ഒബ്ലിഗേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയോ? അറൈസിങ് ഔട്ട് ഓഫ് കോൺട്രാക്ട് ബിറ്റ്വീൻ LLPയുമായിട്ട് ചിലപ്പം പുറമേ ഉള്ള ആളുകൾ എന്തെങ്കിലും കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് ആർ നോട്ട് പേഴ്സണലി ലയബിൾ. ഓക്കെ. ഇനി എ പാർട്ട്ണർ ഷാൽ നോട്ട് ബി പേഴ്സണലി ലയബിൾ ഫോർ റോങ്ഫുൾ ആക്ട് ഓർ ഒമിഷൻ ഓഫ് എനി അതർ പാർട്ട്ണർ ഓഫ് LLP. അവിടെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു പാർട്ട്ണറിന് ലയബിലിറ്റി വരുന്നില്ല, വേറൊരു പാർട്ട്ണർ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് യാതൊരു ലയബിലിറ്റിയും വരുന്നില്ല. ഇനി എനി പേഴ്സൺ റെപ്രസെൻറ്റ്സ് ഹിംസെൽഫ് ടു ബി എ പാർട്ട്ണർ ഇൻ എ LLP ഇസ് ലയബിൾ ടു എനി പേഴ്സൺ ഹു ഹാസ് on the faith of any such representation given credit to LLP.
അതായത് നമ്മൾ പറയില്ലേ ചിലപ്പം എന്തെങ്കിലും ഈ എസ്റ്റോപ്പൽ പോലെയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് ഇഫ് എനി പേഴ്സൺ റെപ്രസെൻറ്റ്സ് ഹിംസെൽഫ് ടു എ പാർട്ട്ണർ ഓഫ് LLP, he will be liable to any person who has that faith. Okay, but where any credit is received by LLP as a result of such representation, then LLP shall be liable to the extent of credit received by it. അതായത് ഒരു പേഴ്സൺ ജാമ്യം നിന്നിട്ടോ അങ്ങനെ എന്തെങ്കിലും ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ എത്രയാണോ ആ വ്യക്തി LLPക്ക് വേണ്ടിയിട്ട് ക്രെഡിറ്റ് എടുത്തിട്ടുള്ളത് അതിന് ശരിക്കും LLPക്ക് വേണ്ടിയിട്ടാണല്ലോ ചെയ്തത്, അതുകൊണ്ട് LLP ഈസ് ലയബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ ദ ഈവൻറ്റ് ഓഫ് ദി ആക്ട് ക്യാരിഡ് ഔട്ട് ബൈ LLP ഓർ എനി ഓഫ് ഇറ്റ്സ് പാർട്ട്നേഴ്സ് വിത്ത് ഇൻറ്റൻറ്റ് ടു defraud creditors or any other person for any fraudulent purpose, the liability shall be unlimited for all or any of the debts or other liabilities arising thereby. അപ്പോൾ എന്തെങ്കിലും LLPൻ്റെ ഇൻ ദ ഈവൻറ്റ് ഓഫ് ആക്ട് ക്യാരിഡ് ഔട്ട് ബൈ ദി LLP എന്ന് പറഞ്ഞാൽ LLP എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരുടെ പാർട്ട്നേഴ്സാണല്ലോ ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും ക്രെഡിറ്റേഴ്സിനെ ഡീഫ്രോഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അവരെ ചതിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ചതിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ LLPയും അതിലെ പാർട്ട്നേഴ്സും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് പറയുന്നത്, ഇറ്റ് ഷാൾ ബി അൺലിമിറ്റഡ് ഫോർ ഓൾ. ദ ലയബിലിറ്റി ഇസ് അൺലിമിറ്റഡ് ഫോർ ഓൾ ഓഫ് ഓർ എനി ഓഫ് ഡെറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് അതിനുള്ള ഫുൾ ഉത്തരവാദിത്വം LLPക്കും പാർട്ട്നേഴ്സിനും തന്നെയായിരിക്കും. വേർ എ LLP ഓർ എനി പാർട്ട്ണർ ഓർ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഓർ എംപ്ലോയി ഓഫ് സച്ച് LLP has conducted the affairs of LLP in a fraudulent manner, then LLP and any such partner shall be liable to pay compensation to any person who has suffered any loss or ഡാമേജ് ബൈ റീസൺ ഓഫ് സച്ച് കോണ്ടാക്ട്. എന്തെങ്കിലും ഫ്രോഡുലൻറ്റ് മാനറിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കാനും LLPയും പാർട്ട്നേഴ്സും ബാധ്യസ്ഥരാണ്. The liabilities of LLP shall be met out of the property of LLP. അപ്പോൾ എന്ത് ലയബിലിറ്റി ഉണ്ടെങ്കിലും അത് ആരുടെ ഇതിൽ തന്നെയാണ്, LLPൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് അത് സെറ്റിൽ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത് നമുക്ക് വരുന്നത് അസൈൻമെൻ്റ് ആണ്. അസൈൻമെൻറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി റൈറ്റ്സ് പറയുന്നുണ്ട്. അസൈൻമെൻറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി റൈറ്റ്സിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ the right of a partner to share the profits and losses of LLP and to receive distributions in accordance with LLP agreement are transferable either wholly or in part. അതായത് ഒരു പാർട്ട്ണർക്കുള്ള റൈറ്റ്സ് ഉണ്ടല്ലോ, അതായത് ഹിസ് റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ് ഓർ റിസീവ് കോൺട്രിബ്യൂഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെന്താണെന്നാണ് പറയുന്നത്, ദേ ആർ ട്രാൻസ്ഫറബിൾ ഈതർ ഹോളി ഓർ പാർട്ട്. Then the transfer of any right by a partner does not by itself cause the disassociation of the partner or a dissolution and winding up of LLP. ഇങ്ങനെ ഒരു പാർട്ട്ണർ അയാളുടെ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്തെന്ന് വെച്ചിട്ട് അതുകൊണ്ട് എന്തർത്ഥമാക്കുന്നില്ല, ഒരു LLP ഡിസോൾവ് ചെയ്തതായിട്ടോ വൈൻഡപ്പ് ചെയ്തതായിട്ടോ കണക്കാക്കില്ല. അയാൾ എന്ത് ചെയ്യുന്നു, അയാളുടെ റൈറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. The transfer of right pursuant to this section does not by itself entitle the transferee or assignee to participate in the management or conduct of activities of LLP or access information concerning the transactions of LLP. ഇങ്ങനൊരു വ്യക്തി അയാളുടെ റൈറ്റ്, ഒരു പാർട്ട്ണർ അയാളുടെ റൈറ്റ് ട്രാൻസ്ഫർ ചെയ്തെന്ന് വെച്ചിട്ട് ആ റൈറ്റ് കിട്ടിയ ആളുണ്ടല്ലോ, ഈ ട്രാൻസ്ഫറിക്ക് എന്തിനുള്ള ഇതില്ല എന്നാണ് പറയുന്നത്, അയാൾക്ക് അധികാരമില്ല. ദ അസൈനി ഓർ ട്രാൻസ്ഫറി ഹീ ഈസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെൻറ്റ് ഓർ കണ്ടക്ട് ഓഫ് ദി ആക്ടിവിറ്റീസ് ഓഫ് LLP എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് കൺവേർഷൻ ഓഫ് LLP ആണ്. അതായത് LLP എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ സെക്ഷൻ 42 പറയുന്നത്. 4 സെക്ഷൻസ് ഇതിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അതായത് 42
42 അല്ല, 42 അസൈൻമെൻറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് പാർട്ട്ണർഷിപ്പാണ്. സെക്ഷൻ 55, 56, 57, 58 4 സെക്ഷനിലായിട്ടാണ് പറയുന്നത്. എന്തൊക്കെയാണ്, എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിൽ കൺവേർഷൻ നടത്താം എന്നുള്ളത് LLP. അപ്പോൾ 55 പറയുന്നത് എങ്ങനെയാണെന്ന് അറിയോ? എ പാർട്ട്ണർഷിപ്പ് ഫേം മേ കൺവേർട്ട് ഇറ്റ് സെൽഫ് ഇൻ ടു LLP. ഒരു സാധാ പാർട്ട്ണർഷിപ്പ് ഫേം എങ്ങനെയാണ് LLP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? അപ്പോൾ എ ഫേം മേ കൺവേർട്ട് ഇൻ ടു LLP ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് ആൻഡ് ദ സെക്കൻഡ് ഷെഡ്യൂൾ. അപ്പോൾ സെക്കൻഡ് ഷെഡ്യൂളിൽ ഈ എന്താ പറയുക, LLP ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് കൺവേർഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഇൻ ടു LLP എന്നുള്ളത്. ഓക്കെ, ഇനി സെക്ഷൻ 56 പറയുന്നത് ഏതാണ്? ഹൗ ടു കൺവേർട്ട് എ പ്രൈവറ്റ് കമ്പനി ഇൻ ടു LLP എന്നുള്ളതാണ്. അതൊരു പ്രൈവറ്റ് കമ്പനി മേ കൺവേർട്ട് ഇൻ ടു LLP ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് LLP ആക്ട് 2008 ആൻഡ് തേർഡ് ഷെഡ്യൂൾ. അപ്പോൾ 56 അതാ പറയുന്നത് എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് കമ്പനി LLP ആയിട്ട് കൺവേർട്ട് ചെയ്യാമെന്ന്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനേ ഇല്ല. പിന്നെ 57 പറയുന്നത് എന്താണെന്ന് അറിയാം? അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി മേ കൺവേർട്ട് ഇൻ ടു LLP. എങ്ങനെയാണ് ഒരു അൺലിസ്റ്റഡ് കമ്പനി LLP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് സെക്ഷൻ 57 പറയുന്നത്. പാർട്ട്ണർഷിപ്പ് അല്ല, LLP ആക്ട് 2008 4th ഷെഡ്യൂളിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദ രജിസ്ട്രാർ ഓൺ സാറ്റിസ്ഫൈയിങ് ദാറ്റ് എ ഫേം, പ്രൈവറ്റ് കമ്പനി ഓർ an unlisted public company as the case may be has compiled with the provisions of this. അതായത് ഇപ്പം പാർട്ട്ണർഷിപ്പ് മാറ്റുകയാണെങ്കിൽ ഏത് പ്രൊവിഷനാണ്? സെക്കൻഡ് ഷെഡ്യൂൾ. ഇനി പ്രൈവറ്റ് കമ്പനി LLP ആക്കി മാറ്റുകയാണെങ്കിൽ തേർഡ് ഷെഡ്യൂൾ. ഇനിയിപ്പം അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനിയാണ് LLP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ഫോർത്ത് ഷെഡ്യൂൾ. അത് പ്രകാരം എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? രജിസ്റ്റർ ദ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റഡ് അണ്ടർ സച്ച് ഷെഡ്യൂൾ ആൻഡ് issue a certificate of registration in such form as the registrar may determine. അപ്പോൾ ഇതെല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് രജിസ്റ്റർ തൃപ്തനാണെങ്കിൽ, ഓൺ സാറ്റിസ്ഫൈയിങ് ദാറ്റ് ഈ ഇങ്ങനെ കൺവേർഷൻ ഇസ് ഓക്കെ എന്നാണെങ്കിൽ, ഹി വിൽ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഇതൊക്കെ ചെയ്യുന്നത് ആരാ? രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആണ് കേട്ടോ. ഓക്കെ, ഇനി അപ്പോൺ സച്ച് കൺവേർഷൻ on and from the date of certificate of registration, the effect of conversion shall be such as specified in these schedules. അപ്പം കൺവേർഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നാണോ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ കിട്ടുന്നതെങ്കിൽ അന്ന് മുതൽ ഈ ഇഫക്റ്റ് ഓഫ് കൺവേർഷൻ നിലവിൽ വരും. ഓക്കെ, അപ്പം അതാണ് കൺവേർഷൻ. എങ്ങനെ ഈ 3 സാധനങ്ങളും കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി തൽക്കാലം. നമ്മൾ നോക്കാൻ പോണത് വൈൻഡിങ് അപ്പാണ്. വൈൻഡിങ് അപ്പ് ഓഫ് ഏതാണ്? വൈൻഡിങ് അപ്പ് ഓഫ് LLP ആൻഡ് ഡെസൊല്യൂഷൻ ഓഫ് LLP. എങ്ങനെയാണ് വൈൻഡപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വൈൻഡിങ് ഓഫ് LLP മേ ബി ഈതർ വോളണ്ടറി ഓർ ബൈ ദ ട്രിബ്യൂണൽ. അപ്പോൾ ചിലപ്പോൾ വോളണ്ടറി വൈൻഡിങ് അപ്പ് ആവാം, ചിലപ്പം ട്രിബ്യൂണൽ ഇടപെട്ടിട്ട് പൂട്ടിക്കുന്നതാവാം. മനസ്സിലായോ? അപ്പോൾ LLP സോ വൂണ്ടപ്പ് മേ ബി ഡിസോൾവ്. അതോടുകൂടി ഇങ്ങാണ്ട് ആ LLPൻ്റെ ഡെസൊല്യൂഷനാണ്. നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ ഡെസൊല്യൂഷൻ പഠിച്ചിട്ടില്ലേ? അതേപോലെ തന്നെയാണ് ഈ ഇതിലും LLPയിലും വരുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെ സർക്കംസ്റ്റൻസസിലാണ് ഈ LLP ട്രിബ്യൂണൽ പൂട്ടിക്കുക എന്നുള്ളത് നോക്കാം. വൂണ്ടപ്പ് ബൈ ട്രിബ്യൂണൽ എപ്പോഴൊക്കെയാണ്? ഇഫ് LLP ഡിസൈഡ്സ് ദാറ്റ് ഇറ്റ് ബി വൂണ്ടപ്പ് ബൈ ദ ട്രിബ്യൂണൽ. ദെൻ ഇഫ് ഫോർ എ പീരിയഡ് ഓഫ് മോർ ദാൻ 6 months the number of partners of LLP is reduced below 2. നിയമപരമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഈ LLP വൈൻഡപ്പ് ചെയ്യുന്നത്. ഒന്നുകിൽ എന്താ പറയുക, കഴിഞ്ഞ 6 മാസമായിട്ട് ശരിക്കും മിനിമം 2 പാർട്ട്നേഴ്സ് ഉണ്ടാവണം എന്നല്ലോ. അപ്പോൾ അതിൽ കുറവായിട്ട് ഒരൊറ്റ ആളട്ടം വെച്ചിങ്ങാണ്ട് കഴിഞ്ഞ 6 മാസമായിട്ട് ഈ LLP അവരുടെ ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ട്രിബ്യൂണൽ ഇടപെടും. പിന്നെ ഇഫ് LLP ഈസ് അനേബിൾ ടു പേ ഇറ്റ്സ് ഡെറ്റ്സ്, അവരുടെ കടങ്ങൾ വീട്ടാനുള്ള പ്രാപ്തി അവർക്കില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ട്രിബ്യൂണൽ പൂട്ടിപ്പിക്കും. ദെൻ ഇഫ് LLP ഹാസ് ആക്റ്റഡ് എഗെയിൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, ദ സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഓർ പബ്ലിക് ഓർഡർ. അതായത് നിയമവിരുദ്ധമായിട്ട് നമ്മളെ ഇന്ത്യൻ്റെ എന്താ പറയുക താല്പര്യത്തിന്, സോവറിനിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, അതിനെതിരായിട്ടം എന്തെങ്കിലും ഇവരുടെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ, LLPൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ എന്താക്കുന്ന പറയുന്നത്? ട്രിബ്യൂണൽ ഇടപെടും.
If LLP has made a default in filing with a registrar, the statement of account and solvency or annual return for any 5 consecutive financial years. കഴിഞ്ഞ 5 വർഷമായിട്ട് കഴിഞ്ഞ 5 ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഇതിലേതെങ്കിലും ഒന്ന് ഫയൽ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ, ഏതൊക്കെയാണ് പറയുന്നത്, അതിൽ വീഴ്ച വരുത്തി രജിസ്ട്രാർ എടുത്ത എല്ലാ വർഷവും ഇവർ അവരുടെ ആനുവൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോൾവൻസി അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. ഇത് ഫയൽ ചെയ്യുന്നതിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് അവർക്ക് വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ട്രിബ്യൂണൽ ഇടപെട്ട് പൂട്ടിക്കും. Then last one, if the tribunal is of the opinion that it is just and equitable that the limited liability partnership is wound up, അതായത് ഈ LLP പൂട്ടുന്നതാണ് ഉചിതമെന്ന് ട്രിബ്യൂണലിന് തോന്നിയാലും LLP ഡിസോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്താ പറയുക വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണൽ വരുന്നത് ഈ കേസസിലൊക്കെയാണ്. ഓക്കെ, ഇനി വരുന്നത് എന്താണ് കോൺട്രിബ്യൂഷൻ. വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ LLP പാർട്ട്നേഴ്സിനൊന്നും തൃപ്തരല്ല, അവർ വിചാരിക്കുകയാണ് നമുക്കിത് പൂട്ടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞാൽ പിന്നെ അതാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നില്ല. ഇനി നമ്മൾ നോക്കാൻ പോണത് എന്താണ് കോൺട്രിബ്യൂഷൻ എന്നുള്ളതാണ്. എ പാർട്ട്ണർ ഷാൽ കോൺട്രിബ്യൂട്ട് ടു LLP ആസ് പെർ LLP എഗ്രിമെൻറ്റ്. അതായത് ദ മോണിറ്ററി വാല്യൂ ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് പാർട്ട്ണർ ഷാൾ ബി അക്കൗണ്ടഡ് ഫോർ ആൻഡ് ഡിസ്ക്ലോസ്ഡ് ഇൻ ദി അക്കൗണ്ട്സ് ഓഫ് LLP. അതായത് നിങ്ങൾ ഈ പാർട്ട്ണർഷിപ്പിൽ പഠിക്കാറില്ലേ, എ കോൺട്രിബ്യൂട്ടഡ്, ഓരോരുത്തരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനൊക്കെ തരുന്നത്, അതേപോലെ തന്നെയാണ് LLPയിലും പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, ഷാൾ ബി കോൺട്രിബ്യൂട്ട് ആസ് പെർ LLP എഗ്രിമെൻറ്റ്. എന്നിട്ട് ഓരോ പാർട്ട്നേഴ്സും എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് ഏതിൽ കാണിക്കണം, LLPൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഇനി ദ ഒബ്ലിഗേഷൻ ഓഫ് എ പാർട്ട്ണർ ടു കോൺട്രിബ്യൂട്ട് മണി ഓർ അതർ പ്രോപ്പർട്ടി ഓർ അതർ ബെനിഫിറ്റ്സ് or to perform services for LLP, it shall be as per the LLP agreement. എത്ര കോൺട്രിബ്യൂഷൻ വേണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത് LLP എഗ്രിമെൻറ്റ് പ്രകാരമാണ്. നമ്മളെ പാർട്ട്ണർഷിപ്പ് ഡീഡ് പോലെ തന്നെ LLPക്കുള്ളൊരു സംഭവമാണ് LLP എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് അടുത്തതായിട്ട് പറയുന്നത്. LLP ഷാൽ മെയിൻറ്റെയിൻ such books of accounts as may be prescribed relating to its affairs for each year of its existence on cash basis or on accrual basis and according to double entry system of accounting. എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. എവിടെ? ഇറ്റ് ഷാൽ മെയിൻറ്റെയിൻ the same at the registered office for such period as may be prescribed. അപ്പോൾ എത്ര കാലത്തേക്കാണോ അവരുടെ ഇതുള്ളത് അത്രയും കാലം എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും കൃത്യമായിട്ട് രജിസ്റ്റേർഡ് ഓഫീസിൽ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാം. ദെൻ ഇൻവെസ്റ്റിഗേഷനാണ് അടുത്ത് പറയുന്നത്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നോക്കാം നമുക്ക്. ഇൻവെസ്റ്റിഗേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് തോന്നുകയാണ് ഈ LLPക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്ന പറയുന്നത്, they shall appoint one or more competent persons as inspectors to investigate the affairs of LLP and to report thereon in such manner as may direct എന്നാണ് പറയുന്നത്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻസ്പെക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെ ആവാൻ പാടില്ല, ഫേം ആവരുത്, ബോഡി കോർപ്പറേറ്റ് ആവരുത്, അതർ അസോസിയേഷൻ, ഇവരെയൊന്നും എന്താക്കാൻ പാടില്ല, they shall not be appointed as inspectors. ഇനി if an inspector appointed by the central government investigate the affairs of LLP thinks it necessary for the purpose of this investigation to investigate also the affairs of entity which has associated in the past or presently associated with LLP. അതായത് ഇപ്പം ഈ LLP ആയിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്ന എല്ലാ എൻറ്റിറ്റീനെയും വേണമെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു LLPനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസ്പെക്ടറെ വെച്ചിരിക്കുന്നതെങ്കിൽ അയാൾക്ക് എന്തിനും കൂടെയുള്ള അധികാരം ഉണ്ടെന്നാണ് പറയുന്നത്, ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ബാക്കിയുള്ള എൻറ്റിറ്റീസ് ഉണ്ടാവില്ലേ, അവരൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇറ്റ് ഷാൽ ബി അത് ഓരോ സെക്ഷനിലായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ടു അപ്പോയിൻറ്റ് ഇൻവെസ്റ്റിഗേറ്റർ അണ്ടർ സർട്ടൻ സർക്കംസ്റ്റൻസസ്. ദെൻ പിന്നെ സെക്ഷൻ 45 ടു അത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല, 52 വരെ 54, 50
8 വരെ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, സോറി 58 അല്ല 54 വരെ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആൻഡ് പാർട്ട്നേഴ്സ് ഓഫ് LLP ടു പ്രിസർവ് ആൻഡ് ടു പ്രൊഡ്യൂസ് ബിഫോർ an inspector or any person authorized by him in this behalf with the previous approval of the central government all the books and papers relating to LLP and or other entity which are in their custody or power. അപ്പം ഇറ്റ് ഈസ് ദ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ് ഇൻസ്പെക്ടേഴ്സ് വരുന്ന സമയത്ത് അവരെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അവരെന്തൊക്കെ ആവശ്യപ്പെടുന്നു അതൊക്കെ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുക. അവരുടേത് മാത്രമല്ല, അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ എൻറ്റിറ്റീസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും. അപ്പോൾ ഇൻസ്പെക്ടർക്ക് തോന്നുകയാണ് ദ ബുക്സ് ആൻഡ് പേപ്പേഴ്സ് റിലേറ്റിംഗ് ടു LLP ഓർ അതർ എൻറ്റിറ്റി ഓർ പാർട്ട്ണർ ഓർ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് മേ ബി ഡിസ്ട്രോയിഡ്, മ്യൂട്ടിലേറ്റഡ്, ഓൾട്ടേർഡ്, falsified or secreted. The inspector may make an application to the judicial magistrate of the first class having jurisdiction for an order for the seizure of such books and papers. അപ്പോൾ ഇവർ കൃത്യമായിട്ട് അവരുടെ ആ ഇൻസ്പെക്ഷനോട് യോജിക്കാതിരിക്കുക, പാർട്ട്നേഴ്സോ LLPയോ, അങ്ങനെയാണെങ്കിൽ ഈ ഇൻസ്പെക്ടർ എന്ത് ചെയ്യുന്ന പറയുന്നത് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കും, ഇവരൊന്നും കൃത്യമായിട്ട് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അവരെന്ത് ചെയ്യും, അതിനുള്ള ഓർഡർ ഇറക്കും. മനസ്സിലായോ? അപ്പോൾ ദ ഇൻസ്പെക്ടേഴ്സ് മേ ഓൺ ദ കൺക്ലൂഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഷാൽ മേക്ക് എ റിപ്പോർട്ട് ടു ദി സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ആണല്ലോ അപ്പോയിൻറ്റ് ചെയ്തത് ഇൻസ്പെക്ടേഴ്സിന് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ടുണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഷാൽ ഫോർവേഡ് എ കോപ്പി ഓഫ് ദ സെയിം ടു LLP at its registered office and also to any other entity or person dealt with or related to the report. അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി സെൻട്രൽ ഗവൺമെൻറ് ആർക്കൊക്കെ അയച്ചു കൊടുക്കുന്ന പറയുന്നത് LLPയും പിന്നെ ഏതൊക്കെ ഫേമാണോ ഈ LLP ആയിട്ട് കൂടി ചേർന്നിട്ടുള്ളത് ആ എൻറ്റിറ്റീസിനൊക്കെ. ഇഫ് ഫ്രം ദ റിപ്പോർട്ട് ഇറ്റ് appears to central government that any person in relation to LLP or in relation to any other entity whose affairs have been investigated has been guilty of any offence for which he is liable, central government may prosecute such person for offence. അപ്പോൾ ആരെങ്കിലും അതിൽ കുറ്റക്കാരാണെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടികൾ എടുക്കുകയും ചെയ്യും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒഫൻസസ് എന്നുള്ളത് നോക്കാം. Where an offence under this act committed by LLP with the consent or connivance of partners or designate partners of LLP or to be attributable to any neglect on the part of partners or designated partners of that LLP is proved. ഒന്നുകിൽ ചിലപ്പം പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ ഒത്തു കളിച്ചിട്ടാവാം എന്തെങ്കിലും ഇതുണ്ടാവുന്നത്, ചിലപ്പം അല്ലെങ്കിൽ എന്താവാം എന്ന് പറയുന്നത് അറിയാതെ പറ്റുന്നതാവാം. അങ്ങനെയാണെങ്കിൽ ദെൻ ദ പാർട്ട്നേഴ്സ് ആൻഡ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ഓഫ് LLP ആസ് ദ കേസ് മേ ബി ആസ് വെൽ ആസ് ദാറ്റ് LLP ഷാൾ ബി ഗിൽറ്റി ഓഫ് ദി ഒഫൻസ് എന്നാണ് പറയുന്നത്, കുറ്റക്കാരായിരിക്കും. ആൻഡ് ഷാൾ ബി ലയബിൾ ടു ബി പ്രൊസീഡഡ് അഗെയിൻസ്റ്റ് ആൻഡ് പണിഷ്ഡ് അക്കോർഡിംഗ്ലി. അതിൻ്റെ പണിഷ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് സെക്ഷൻ 76-ൽ. ഇനി എന്തൊക്കെയാണ് വാട്ട് ആർ ദ പവേഴ്സ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ടു മേക്ക് റൂൾസ് നോക്കാം. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ് മേക്ക് റൂൾസ് ഫോർ ക്യാരിയിങ് ഔട്ട് ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. എന്തൊക്കെ റൂൾസ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഫോം ആൻഡ് മാനർ ഓഫ് പ്രയർ കൺസെൻറ്റ് ടു ബി ഗിവൺ ബൈ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. ഒരുപാട് പോയിൻറ്റ്സ് പറയുന്നുണ്ട്, ഒരു 33 പോയിൻറ്റ്സ് പറയുന്നുണ്ട്. അതിൽ നിങ്ങൾ വായിച്ച് നോക്കുക, ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. താങ്ക് യു.